ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് സുപ്രീം കോടതി. കൊടിമരത്തിലെ സ്വർണം ഉൾപ്പെടെ മോഷ്ടിച്ചല്ലോ എന്ന് സുപ്രീം കോടതി അത്ഭുതപ്പെട്ടു. അതേസമയം കോൺഗ്രസ് നേതാക്കൾ സംശയമുനയിലുള്ള കൊടിമരക്കൊള്ളയിൽ വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം പിടിമുറുക്കുകയാണ്. പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം കത്ത് നൽകി. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിന് ഉപാധികളോടെ കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒറ്റപ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വാക്കാലുള്ള മുന്നറിയിപ്പ്. കൊടിമരത്തിലെ സ്വർണം ഉൾപ്പെടെ മോഷ്ടിച്ചല്ലോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. കൊടിമരക്കൊള്ളയുടെ വാർത്ത ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടു. മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി ക്ഷോഭ പ്രകടനം നടത്തിയത്. സ്വർണ്ണ കവർച്ചയിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകണമെന്നും ജയശ്രീ അപേക്ഷിച്ചു. ആവശ്യമെങ്കിൽ ജയിലിൽ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കാൻ നിർദ്ദേശിക്കാമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ പ്രതികരണം. വേണമെങ്കിൽ എയിംസിൽ ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കാം. കേരളത്തിൽ എയിംസിലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിൽ സൗകര്യം നൽകാം. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. എന്നാൽ എസ് ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് കോടതി നീട്ടി. അതേസമയം കൊടിമരക്കൊള്ളയിൽ വിജിലൻസ് അന്വേഷണ സംഘം പിടിമുറുക്കുകയാണ്. കൊടിമരക്കൊള്ള അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിന് തൊട്ടുപിന്നാലെ അന്വേഷണ സംഘം രൂപീകരിച്ച് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഉത്തരവിറക്കിയിരുന്നു. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും നൽകാൻ ദേവസ്വം ബോർഡിന് വിജിലൻസ് മേധാവി കത്ത് നൽകി. 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിനും കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. റിമാൻഡിലായി 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ജാമ്യം. കട്ടിളപ്പാളി കേസിലെ 3ാം പ്രതിയാണ് എൻ വാസു. ഇതോടെ ഇതുവരെ സ്വർണ്ണക്കൊള്ളക്കേസ് 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 5 പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങി. ദൈവത്തിന്റെ സ്വത്ത് കക്കുന്നവർ ഒരു കാലത്തും രക്ഷപ്പെടില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ചില മാധ്യമങ്ങൾ പ്രതികളെയെല്ലാം ജാമ്യത്തിൽ വിട്ടേയെന്ന് വിലപിക്കുകയാണ്. കുറ്റപത്രം കുറ്റമറ്റതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും എൻ ഷംസീർ. പൂർണ്ണമായും എല്ലാ ആളുകളും തുറങ്കലടക്കപ്പെടും, എല്ലാ ആളുകളും ശിക്ഷിക്കപ്പെടും. ശിക്ഷ എന്ന ഷൂട്ടഡ് സൈറ്റില്ലല്ലോ. നമ്മുടെ നിയമത്തിന്റെ ഇപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ ഇപ്പൊ ചാനലുകൾ പറയുന്ന പോലെ പിടിച്ചാൽ അപ്പം തന്നെ വെടിവെച്ചു പറ്റില്ല. അതിന് നിയമപരമായ കുറെ പ്രൊസീഡിങ്സ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയവും വേണ്ട, ശബരിമലയിലെ സ്വർണം കട്ടവൻ ശിക്ഷിക്കപ്പെടും എന്ന വിശ്വാസം എനിക്കുണ്ട്. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം അതാണ് എന്നെ മുന്നോട്ടേക്കുന്നത്. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, കെ എസ് ബൈജു എന്നിവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടെ കോടതി നീട്ടി. തന്ത്രി കണ്ഠരര് രാജീവരുടെ 2 കേസുകളിലെയും ജാമ്യഹർജികളിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. ഈ മാസം 18-നാണ് തന്ത്രിയുടെ ജാമ്യഹർജിയിൽ വിധി പറയുന്നത്. ഇതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട 10 പേർക്ക് കൂടി ED സമൻസ് അയച്ചു. കൽപേഷ്, ജയശ്രീ എന്നിവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ജയറാമിൽ നിന്നടക്കം സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തിയതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യാൻ ED പോറ്റിയെ വിളിച്ചു വരുത്തുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.